ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു സമയത്തും കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം കേട്ടോ. പോസിറ്റീവായിട്ടിരിക്കാം. നമുക്ക് നോക്കാം. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഒരുപാട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ. കാരണം അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ആൾക്കത് വലിയ ബുദ്ധിമുട്ടായതുപോലെയാണ് കാണുന്നത്. കാരണം ഈ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ അവർ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ തന്നെ ഒരു വലിയൊരു നഷ്ടം സംഭവിച്ചതായി, അതായത് നഷ്ടപ്പെട്ടു പോയതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ആയതോ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിടാൻ ഉദ്ദേശമില്ല. കാരണം അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിയുടേത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ആ വ്യക്തി തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ആൾ ചിന്തിക്കുന്നു, അത് തന്നെയാണ്. കാരണം ആളെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് സാധാരണ എല്ലാവരെ പോലെയല്ല. നിങ്ങളുടെ കണക്ഷൻ ജെന്യൂനായിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹെയർബാൻഡ് എനർജിയാണ്. ആൾ ജെന്യൂനാണ്. ആൾ മതപരമായ കാര്യത്തിൽ ഒക്കെ എന്താ പറയുക, ഒരു വിശ്വാസമുള്ള വ്യക്തി തന്നെയാണ്. എല്ലാം കൊണ്ടും ആൾക്ക് അതൊരു എന്താ പറയുക, സ്പിരിച്വലുമായിട്ടെല്ലാം കണക്റ്റ് ആവുന്ന ഒരു വ്യക്തിയാണ്. ചില സാഹചര്യത്തിൽ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളവരായിരിക്കാം, ഏജ് ഡിഫറൻസ് ഉള്ളവരായിരിക്കാം. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മതപരമായ കാര്യത്തിലൊക്കെ നിങ്ങൾ ഡിഫറൻസ് ആണെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിച്ച് അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് ഈ വ്യക്തി കാണുന്നില്ല. കാരണം അവർക്ക് നിങ്ങൾ വേണം. പക്ഷെ ഇവർക്ക് ഫാമിലി പ്രശ്നവും അല്ലെങ്കിൽ എന്താ പറയുക, ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് വലിയ വിചാരിച്ചതുപോലെ ഒരു മുന്നേറാൻ പറ്റുന്നില്ല. ആൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആളുടെ സിറ്റുവേഷനിൽ ആൾക്ക് ഒരുപാട് തടസ്സങ്ങളാണ് കാണുന്നത്. തടസ്സങ്ങളെന്ന് പറയുമ്പോൾ ഈ വ്യക്തി വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് ആൾക്ക് എത്തുന്നില്ല. ആൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. കാരണം ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണാം ആ ഒരു 5 ഓഫ് സോഡ്സിൻ്റെ താഴെ വന്നിരിക്കുന്നത് ഡെവിളാണ്. അപ്പോൾ ഇവിടെ കുറേ പേരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന കാര്യം, ആൾക്ക് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ പെട്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. അല്ലെങ്കിൽ ആരുടെ കടബാധ്യത മൂലം പെട്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അവർക്ക് ഫിനാൻസ് കൊടുക്കാനുള്ളതുകൊണ്ട് ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലൊക്കെ സ്റ്റക്കായി കിടക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് പല ബുദ്ധിമുട്ടും നേരിടുന്ന ഒരു സമയമായിരിക്കാം. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ആൾക്ക് ഈ സമയത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ പെട്ടിരിക്കുന്നത് തന്നെയാണ്. അതാണ് ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത. ആളുടെ സിറ്റുവേഷനിൽ ആൾ വല്ലാത്ത ബുദ്ധിമുട്ടുന്നുണ്ട്. ആൾ വല്ലാതെ പക്ഷെ മനസ്സ് നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് ആൾക്ക്. എന്നാലും അതിൽ നിന്ന് ഓക്കെ ആവാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ടോ 10 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്.
അപ്പോൾ ഇവിടെ ആളെ സംബന്ധിച്ച് ആളുടെ സിറ്റുവേഷനിൽ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. ആളെ ആരൊക്കെയോ ചതിച്ചതായിട്ടും കാണുന്നുണ്ട്. ഫിനാൻസ് സംബന്ധമായ കാര്യം തന്നെയാണ് മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ആ ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ കാണുന്നതുകൊണ്ടാണ് ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത്. ഇവിടെ ഫാമിലി സംബന്ധമായ കാര്യവും കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇത് ഫാമിലി പ്രശ്നമായിരിക്കാം. ഫാമിലി ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കാര്യമായിട്ട് അവരുടെ പരിധിയിലൊക്കെ നിർത്തുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഈ വ്യക്തി ഒരു മാരേജൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൾക്ക് അവിടെയും ഫിനാൻസിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. എങ്ങനെയായാലും ചില സാഹചര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ കരിയറിലൊക്കെ വലിയ പ്രശ്നത്തിലായിരിക്കും ആൾ. ബിസിനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമായിരിക്കാം. ആളുടെ സിറ്റുവേഷനിലൊക്കെ എന്തൊക്കെയോ ഒരു സാഹചര്യം കൊണ്ടാണ് ആളിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ആൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോൾ പോലും നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളും ഇപ്പോൾ പോലും ആൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് മെജീഷ്യനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുത്തു നോക്കാം. എന്തായി തീരും എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളുടെ കാര്യത്തിൽ. ഇവിടെ വലിയ പ്രശ്നത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള മാനസിക ആൾക്ക് ഇത് തന്നെയാണ്, ഫിനാൻസിൻ്റെ തന്നെയാണ് ബുദ്ധിമുട്ടാണ്. നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിലും തടസ്സം തന്നെയാണ് കാണിക്കുന്നത്. ആൾക്ക് പറ്റുന്നില്ല. അവിടെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ ആൾ ആ ഒരു സ്റ്റെബിലിറ്റി ആൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റിയോടുകൂടി നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ ഇപ്പോൾ ആൾക്ക് പറ്റുന്നില്ല. ആളുടെ സാഹചര്യം വളരെ മോശമാണ്. വളരെ മോശം സാഹചര്യം. അതേ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ജോലി പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരിക്കും ആൾ പോകുന്നത്. ആൾക്ക് പല ബുദ്ധിമുട്ടും നേരിടുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. അതാണ് മെയിനായിട്ട് കാണുന്നത്. പക്ഷെ ആൾ ഈ സമയത്ത് ആൾ ഒരു എന്താ പറയുക, എല്ലാം ചിന്തിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് ആൾക്ക്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ വ്യക്തി കാരണമായിരിക്കാം. ഇവിടെ കണ്ടോ, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് സ്നേഹമില്ലാതെ എന്നല്ല, ഒരുപാട് സ്നേഹം നിങ്ങളോട് ഈ ഒരു സമയത്ത് ആൾക്കുണ്ട്. ആൾക്ക് അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുന്നില്ല. കാരണം ആളുടെ സിറ്റുവേഷൻ സ്റ്റക്കാണ്. ഇതെങ്ങനെ നിങ്ങളടുത്ത് പറയണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളടുത്ത് വരണമെന്നുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്, ഒരുപാട് ആളുടെ സിറ്റുവേഷനൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. മാത്രം അതൊക്കെ എങ്ങനെ നിങ്ങളടുത്ത് അവതരിപ്പിക്കും? അതുകൊണ്ടാണ് ആളിപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് സൈലൻ്റായിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒത്തിരി നമുക്ക് കാർഡ്സ് എടുക്കുമ്പോൾ എല്ലാം അങ്ങനെയുള്ള ഒരു എനർജിയാണ്. പക്ഷേ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് വേൾഡാണ്. അതായത് നിങ്ങളെ ഈ വ്യക്തി ഇതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ള ഒരു മെസ്സേജാണ്. അതായത് ഇനിയും നിങ്ങളുമായിട്ട് ലൈഫ് ലോങ് ആൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആളുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ്, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വേൾഡ് കാർഡാണ് നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ആളുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് എനർജി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ഈ ഒരു റീഡിങ് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. മലപ്പുറം, ഉത്രട്ടാതി, ലെറ്റർ ടി ആണ് വന്നിരിക്കുന്നത്. 11/11 അത്തം നക്ഷത്രം, ഏപ്രിൽ മാസം, ഉത്രാടം, കാർത്തിക,
ലെറ്റർ സെഡ്, ഭരണി നക്ഷത്രം, ലോയർ ആയിരിക്കാം, കൊല്ലം, എഫ് ആണ്, റിയൂണിയൻ, പത്തനംതിട്ട, ലെറ്റർ കെ, ടൈലറിങ്, ഡാൻസ് അറിയുന്നവരായിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ. യെല്ലോ കളർ, 25, ഗ്രീൻ കളർ ഐ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ വേൾഡ് കാർഡ് ഞാൻ മറച്ചു വെച്ചതാണ്, അത് കാണിക്കാൻ പാടില്ല കാർഡ്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. കാർഡ്സ് മറച്ചു വെച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്